മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്ത് വിഷവാതകങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുന്ന, അതായത് ഈഥൈൻ, ബെൻസിൻ മുതലായ വാതകങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുന്ന ഗ്യാസായിട്ടും ലിക്വിഡായിട്ടും ഇത് പുറത്തേക്ക് വരത്തില്ലേ? വരും. ഈ ഫാക്ടറികൾ തകർന്ന് പുറത്തേക്ക് വരത്തില്ലേ? അപ്പോൾ കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയിലും സേലത്തും മംഗലാപുരത്തും ഉടുപ്പിയിലുള്ള ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കാറ്റ് പോകുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങൾ വീഴില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തം സംഭവിക്കില്ലേ? അതൊന്ന്. രണ്ട്, റിഫൈനറി ഉണ്ട് ഇവിടെ. ആ ക്രൂഡ് ഓയിൽ കടലിൽ വ്യാപിച്ചാലോ? എത്ര പെട്രോൾ പമ്പുകൾ ഇവിടെയുണ്ട്. പെട്രോളും ഡീസലും കടലിൽ വ്യാപിച്ചാലോ? ഇതിലെ ട്രക്കിൽ കൊണ്ടുപോകുന്ന ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസുകളെല്ലാം പുറത്തേക്ക് വന്ന് ഇവിടെ മൊത്തം വ്യാപിച്ചാലോ? ഏവിയേഷൻ ഫ്യൂവലില്ലേ എയർപോർട്ടിൽ? അതെ. 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്ന സാധനം അത്. അവിടെ സംഭരണിയുണ്ട്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിൽ ഏവിയേഷൻ ഫ്യൂവലുണ്ട്. അത് പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് സിലിണ്ടേഴ്സ് പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എറണാകുളം ഒരു ചതുപ്പ് നിലമായി പോകും. എറണാകുളം അല്ലല്ലോ, എത്ര ജില്ലകൾ ഈ ക്രൂഡ് ഓയിൽ കടലിൽ വ്യാപിച്ചാൽ ഇവിടുന്ന് ഗൾഫ് നാടുകൾ വരെ കടൽ കത്തും. ഇതൊരു പാട പോലെ ഇങ്ങനെ കടലിൽ വ്യാപിക്കും. ഇത് പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. പാട പോലെ ഇത് കടലിൽ വ്യാപിക്കും. ഇവിടുന്ന് ഗൾഫ് നാടുകൾ വരെ കത്തും. ശ്രീലങ്ക എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ടാവോ? ഉണ്ടാകത്തില്ല. ഈ നാട് കത്തും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മുടെ തലച്ചോറിൽ ഇത് ഒതുങ്ങാത്ത ഒരു ട്രാജഡിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ബോധവും ബുദ്ധിയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങാത്ത ഒരു ട്രാജഡിയാണ് മുന്നിലുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ ഒരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നിലപാടുകൾ എടുക്കുന്നില്ല? ഗവൺമെൻറ് എടുക്കില്ല. കാരണം ഗവൺമെൻറ് രാഷ്ട്രീയ നേതൃത്വമാണ്. അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത വേണമെന്ന് നിർബന്ധമില്ല. വോട്ട് ചെയ്യാനുള്ള ഒരു ദിവസത്തിന് മാത്രമാണ് ഇവിടുത്തെ സിറ്റിസന് പ്രാധാന്യം. അപ്പോഴാണ് അതിന് രാജാധികാരം എന്നാണല്ലോ ഈ രാഷ്ട്രീയക്കാർ പറയണത്. രാജാധികാരം ഒരൊറ്റ സെക്കൻഡിലേക്കേ ഉള്ളൂ. ആ വോട്ട് ചെയ്യുന്ന ആ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ അവന് രാജാധികാരം. പിന്നെ പോകുന്ന രാജാധികാരം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലേക്കാണ്. അവർക്ക് ഈ വോട്ട് ചെയ്തവരോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവരിങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാർ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കണ്ടെത്തിയിട്ടുണ്ടോ? അത് അവരോട് ചോദിക്കാറുന്നില്ലേ? എന്താണ് അജിൻ ചോദിക്കാതിരുന്നത്? ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമായിരുന്നു, പ്രതിപക്ഷ നേതാക്കന്മാരോട് ചോദിക്കാമായിരുന്നു, 21 മന്ത്രിമാരുണ്ട്, അവരോടൊക്കെ ചോദിക്കായിരുന്നില്ലേ? നിങ്ങൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും രക്ഷ നേടാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടെന്ന് ചോദിക്കായിരുന്നില്ലേ?